ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയുടെ ഭാഗമായ മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ്. നോമ്പുകാലത്താണ് ധാരാളം തീർത്ഥാടകർ കുരിശുമുടി കയറുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഏകദേശം 3 കിലോമീറ്ററും 1269 അടി ഉയരവുമാണ് ഈ ഒരു കയറ്റത്തിനുള്ളത്. നിരവധി തീർത്ഥാടകർ തങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുന്നതിനും വിശുദ്ധ അനുഗ്രഹങ്ങൾ തേടിയുമാണ് ഇവിടം സന്ദർശിക്കുന്നത്. ജീവിതഭാരങ്ങളെ പ്രതീകപ്പെടുത്തുന്ന ഭാരമേറിയ മരക്കുരിശുകൾ, കല്ലുകൾ അല്ലെങ്കിൽ ചൂലുകൾ എന്നിവ വഹിച്ചുകൊണ്ടാണ് തീർത്ഥാടകർ ഈ കുന്നിൻ ചുവട്ടിൽ നിന്നും തീർത്ഥാടനം ആരംഭിക്കുന്നത്. അവർ കുന്നിൻ മുകളിലേക്ക് കയറുമ്പോൾ പൊന്നിൻ കുരിശു മുത്തപ്പോ പൊന്മല കയറ്റം എന്ന് വിളിക്കുന്നു. നടുവിൽ ജനകോടികളെത്തുന്നു പൊന്മല കയറ്റം. തപസിന്റെ കാടിൻ നടുവിൽ ജനകോടികളെത്തുന്നു പൊന്മല കയറ്റം. കാലടി പതറാതെ താപസമനമോടെ കാൽപ്പാടിലെത്തുന്നു മലയാറ്റൂർ കുരിശടി തേടുന്നു. ഞങ്ങൾ 9ാം സ്ഥലമൊക്കെ എത്തിയപ്പോഴത്തേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇങ്ങ് പോരുവാണ് ചെയ്തത്. അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം മഴയൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ എത്തിച്ചേർന്ന ഈ സമയത്ത് വലിയ തിരക്കുകളും കാര്യങ്ങളില്ലാതിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രയാസപ്പെടാതെ തന്നെ നേർച്ചയിട്ട് പോരാനായിട്ട് കഴിഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനും ചായ കുടിക്കാനും വാഷ്റൂമിൽ പോകാനുമായിട്ടുള്ള സൗകര്യമൊക്കെ മുകളിലുണ്ട്. അപ്പം ഞങ്ങളും കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്ത് ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഇറങ്ങാമെന്ന് കരുതിയത്. കാര്യം ഇത്രയും ഇത് കയറി വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകൽ ബുദ്ധിമുട്ടാണ്. അപ്പം കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് പതിയെ ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ അധികം എവിടെയും കൂടുതൽ സമയം കളയാതെ ഏകദേശം 1 മണിക്കൂർ എടുത്താണ് നമ്മൾ മുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പിന്നെ അത്രയും നടന്നെങ്കിലും സ്റ്റെപ്പ് കയറിയപ്പോഴത്തേക്കും വല്ലാണ്ട് ടയേർഡായിപ്പോയി. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെയാണ് നമ്മൾ മുകളിലോട്ട് കയറിയത്. പിന്നെ താഴേന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വെള്ളം കുടിച്ച് കയറൽ നടക്കുന്നില്ല. നമ്മൾ കുറേ കൂടെ ടയേർഡ് ആവുകയോ ചെയ്യുന്നത് അങ്ങനെ വെള്ളം കുടിച്ച് കയറുമ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാണ്ടാണ് ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് തൊണ്ട ഇതാകുമ്പോഴത്തേക്കും ഒന്ന് നനയ്ക്കാൻ ഇച്ചിരി വെള്ളം കുടിക്കും. പിന്നെ മുകളിലോട്ട് എത്താറായപ്പോൾ മാത്രമാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. പിന്നെ ഇവിടെ എത്തി ഇപ്പം മഴയൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കാണാൻ തന്നെ മഴ മാറിയതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. നമ്മൾ 4:30 ആയപ്പോഴാണ് കയറുന്നത്. ഏകദേശം 5:30 കൂടി ഞങ്ങൾ മുകളിലേക്ക് എത്തിച്ചേർന്ന്. ഇപ്പം ഇവിടെ നല്ലൊരു അന്തരീക്ഷം ഇപ്പം കാണാൻ കഴിയുന്നത്. ചെറിയ ചാറ്റലുണ്ട്, അത് പക്ഷെ കുഴപ്പമില്ലാതെയാണ് ആൾക്കാരൊക്കെ എവിടെയൊക്കെ നടക്കുന്നത്. വളരെ കാലം മുൻപ് ഇതൊരു ഫോറസ്റ്റിനാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ പുരാതന ചാപ്പലായിരുന്നു. അപ്പം അന്ന് ഇവിടെ ആന കുത്തി നശിപ്പിച്ചതായിട്ടാണ് കരുതപ്പെടുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആ ഭാഗത്ത് ചില്ലിട്ട് ഇപ്പം വെച്ചിരിക്കുന്നത്.
ഇപ്പം ഏകദേശം മഴയെല്ലാം മാറി നിൽക്കുവാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ നമുക്ക് ചായയും കോഫിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് കുറച്ച് നേരം അവിടെ പോയി ഇരുന്ന് റെസ്റ്റ് എടുത്ത് ചായയൊക്കെ കുടിച്ചിട്ട് പതിയെ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ കയറിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു തിരക്കല്ല ഇപ്പം കാണുന്നത്. രാത്രി ആയതോടുകൂടെയാണ് ഇപ്പം ആൾക്കാർ കൂടുതലായിട്ട് കയറി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇവിടെ നല്ല തിരക്കായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്ന സമയത്ത് മഴ ആയിരുന്നതിനാൽ തന്നെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഒരുമിച്ച് കൂടി ഒരിടത്ത് ഇരിക്കുമായിരുന്നു. മഴയൊക്കെ മാറിയതിന് ശേഷം ഇപ്പം മലമുകളിലേക്ക് എത്തിച്ചേരുന്നത് ധാരാളം പേരാണ്. ഇപ്പം ഇവിടെ മഴയെല്ലാം മാറി നല്ലൊരു അന്തരീക്ഷമാണ്. ചെറിയൊരു തണുപ്പും കോടമഞ്ഞും ഈ വെളിച്ചവും ഒക്കെ കാണാനായിട്ട് പ്രത്യേക ഭംഗിയുണ്ട്. അപ്പം നമുക്ക് പകൽ വരുന്നതിനേലും കുറച്ചുകൂടി നമുക്ക് ഈ ഒരു വൈകുന്നേരം കയറുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെയിലും ഉണ്ടാവത്തില്ല, ഒരു നല്ലൊരു അന്തരീക്ഷം നമുക്ക് കിട്ടും. ഇപ്പം ഇവിടെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. ഒരു നല്ല കോടമഞ്ഞ് കയറി നിൽക്കുന്ന ഒരു ടൈമാണിത്. നമ്മൾ ഈ താഴേന്ന് വാങ്ങിക്കുന്ന മെഴുകുതിരി നമ്മൾ കത്തിക്കാനായിട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാവണം. ഇവിടെ പലരും ഇങ്ങനെയുള്ള ഗ്ലാസ്സിലൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. അത് മറ്റുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാം. നമുക്ക് അതിനുള്ളിലുള്ളത് കാണാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. കയറിയപ്പോഴുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ നമുക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അത്ര ഉണ്ടായില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങുന്ന ടൈമിൽ മഴയൊക്കെ പെയ്ത് നല്ല കോടയൊക്കെ വന്ന് തണുത്തിരിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് നമ്മുടെ ശരീരം അത്രയും ക്ഷീണിക്കുന്നില്ല. ഇറങ്ങിയപ്പോഴത്തേക്കും കുഴപ്പമില്ലാണ്ട് ഇറങ്ങിയത്. പക്ഷെ കയറാൻ നേരം കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നിന്ന് പോകുമോ എന്ന് പോലും ചിന്തിച്ച്. കാര്യം ഏട്ടനും മോനും കുഴപ്പമില്ലാണ്ടൊക്കെ കയറണുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട്. പിന്നെ കുറച്ച് ടൈം റെസ്റ്റ് എടുത്ത് പതിയൊക്കെയാണ് ഞാൻ കയറിയത്. അവർ രണ്ടുപേരും സ്പീഡിൽ മുന്നേ കയറി. എന്നാലും 1 മണിക്കൂർ കൊണ്ടൊക്കെ മുകളിലോട്ട് എത്തി എങ്ങനെയെങ്കിലുമൊക്കെ വേഗം. പോകുമ്പോഴത്തേക്കും നമുക്കിവിടെയൊന്നും അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിലാണ് മിക്കവരും കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതാകുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ ക്ഷീണമില്ലാതെ നമുക്ക് മുകളിലേക്ക് കയറി ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഞങ്ങളും കുരിശുമുടി കയറി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം പള്ളിയെല്ലാം പെരുന്നാളിൻ്റെ ടൈം ആയതുകൊണ്ട് നല്ല വർണ്ണമനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. പിന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചതിനാൽ പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ അവിടുത്തെ ഇത് കഴിഞ്ഞ് ഇറങ്ങിയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.